ആകട്ടെ പാന്ത ഫോർ ദ ലിവിംഗ് ബേർഡ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യത്തെ പ്രയർ ചെയ്യുവാനായിട്ട് തങ്കമ്മ ആന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കണ്ണ് പർവ്വതങ്ങളിലേക്ക് നോക്കുന്നു, എനിക്ക് സഹായം വരുന്ന പർവ്വതങ്ങളിലേക്ക്. കർത്താവേ, ഞങ്ങൾ അവിടുത്തെ പെൺമക്കൾ അവിടുത്തെ പാദപീഠത്തിങ്കിലിരുന്ന് സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നോക്കുകയാണ്. കർത്താവേ, അനേക വിഷയങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനായി തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കി തന്നുകൊണ്ട് സ്തോത്രം. ഇതൊക്കെ അവിടുത്തെ ദയയും കരുണയുമാണ്. എത്രയോ പേർ ഈ സമയങ്ങളൊക്കെ പാഴാക്കി, ഞങ്ങളും അങ്ങനെയായിരുന്നു, കളയുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഇത് ഉപയോഗപ്പെടുത്തുവാൻ അവിടുന്ന് തന്ന അവസരത്തിനായി സ്തോത്രം. വേദനയെ കൂടെയും രോഗത്തിൽ കൂടെയും ഒക്കെ ആയിരുന്നു ഇതിന്റെ ആരംഭമെങ്കിലും അനുഗ്രഹകരമായി അത് മുമ്പോട്ട് പോകുവാൻ ഇന്നും ഇടയാക്കിയിരിക്കാൻ സ്തോത്രം. കർത്താവെ, അവിടുത്തെ പെൺമക്കൾക്ക് അതിനുള്ള ഒരു ഉത്സാഹം അവിടുന്ന് കൊടുത്തു വഴി തുറന്നു തന്നു. ഈ സൂം ഞങ്ങൾക്കായിട്ട് തന്നു, അതോർത്ത് സ്തോത്രം. ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ അഡ്മിൻസിനെയും സഹോദരിമാരെയും ഹെൽപ്പ് ചെയ്യുന്ന സഹോദരന്മാരെയും ഒക്കെ അവിടുത്തെ കരങ്ങളിൽ വെക്കുന്ന കർത്താവെ, അവരെല്ലാം കൂടെ ആണല്ലോ ഇത് അനുഗ്രഹകരമായി തീർക്കുന്നത്. ഞങ്ങൾക്കൊക്കെയും ഇതിന്റെ നന്മ അനുഭവിക്കുവാൻ കൃപ ചെയ്യുന്ന ഓർത്ത സ്തോത്രം. ഞങ്ങൾക്ക് കൂടി വന്ന് കർത്താവെ, ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ കൂടി വന്ന് വചനം കേൾക്കുവാന്, വചനം സംസാരിക്കുവാൻ സഹോദരിമാരെ അവിടുന്ന് ഒരുക്കി കൊണ്ടുവരുന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് പാട്ട് കേൾക്കുവാൻ, ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെയും പാട്ടിനായിട്ട് ഉത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുവാൻ ഇടയാക്കിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് ഇതൊന്നും ലഭിക്കാതിരിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ സഹോദരിമാരെയും ഒക്കെ അവിടുന്ന് ഈ ഒരു സൂം പ്ലാറ്റ്ഫോം നിമിത്തം ഒരുക്കിക്കൊണ്ടുവരുന്നതുകൊണ്ട് സ്തോത്രം. ഇതാരും നഷ്ടമാക്കി കളയുവാൻ ഇടയാക്കരുതേ. എത്ര നാൾ ഇത് ലഭിക്കുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല കർത്താവേ. അവിടുന്ന് ഒരുക്കി തരുന്ന സമയത്തിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ കൂടി വന്നിരിക്കുന്നത് പ്രാർത്ഥിക്കുവാനാണ് കർത്താവേ. നെറ്റിനൊരു പ്രോബ്ലം ഉണ്ടാകരുതേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പലയിടത്തും മഴയും ഇടിയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിവിധ രാജ്യങ്ങളിലാണ് ഇരിക്കുന്നത്, പല സമയങ്ങളിലായിട്ടാണ് കൂടി വന്നിരിക്കുന്നത്. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ പലയിടത്തും ഉണ്ട് എങ്കിലും അവിടുന്ന് എല്ലാത്തെ നിയന്ത്രിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലാണ് ഇരിക്കുന്നത്. അവിടുന്ന് മഹാനും ഭയങ്കരനുമായി ഞങ്ങളുടെ മധ്യേ ഉള്ളത് കൊണ്ട് സ്തോത്രം. അവിടുന്ന് കൃപാലുവായി ഞങ്ങളുടെ മധ്യേ ഉള്ളത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഇന്ന് വിവിധ ശുശ്രൂഷകൾ ഇവിടെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. MC ചെയ്യുന്ന ജിഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവൾക്ക് ആവശ്യമായ കൃപ നൽകി കൊടുക്കണം കർത്താവെ, അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ട് പാടുന്ന നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൈതലിനെയും അവിടുന്ന് കർത്താവെ ആ സ്വരമാധുര്യത്തിൽ ഞങ്ങൾക്ക് അവിടുത്തെ സ്തുതിച്ചു പാടുന്നത് കേട്ട് ഞങ്ങൾക്കും സന്തോഷിപ്പാൻ ഇടയാക്കണം. പ്രിയ പൈതലിനെയും അവിടുന്ന് ധാരാളമായി അനുഗ്രഹിച്ച് ശബ്ദ സ്വാതന്ത്ര്യം, നെറ്റിന്റെ പ്രോബ്ലം ഒന്നുമില്ലാതെ ലഭിക്കാനിടയാക്കണം. അതുപോലെ കർത്താവെ, വചനവുമായിട്ട് വന്നിരിക്കുന്ന ഷെർലിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയദാസിയെ അവിടുന്ന് അനേക സ്ഥലങ്ങളിൽ കുടുംബമായും വ്യക്തിയായും എടുത്ത് ഉപയോഗിക്കുന്ന ഓർത്ത് സ്തോത്രം. സഹോദരിമാരുടെ ഇടയിൽ നല്ല ഫലം കായ്ക്കുന്ന ഒരു പ്രിയ സഹോദരിയായി പ്രിയപ്പെട്ടവളെ അവിടുന്ന് ആക്കിയിരിക്കാൻ സ്തോത്രം. തന്നിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. അനേകരുടെ വചനം ശുശ്രൂഷിച്ചു. പ്രാർത്ഥനയെ കുറിച്ച് ഞങ്ങൾ പല കാര്യങ്ങൾ കേട്ടു. ഓരോ പ്രാവശ്യവും ഓരോരുത്തരിൽ നിന്നും വിവിധമായ ആലോചനകൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ അവിടുന്ന് ധന്യമാക്കുന്നു. ഇന്നും പ്രിയ സഹോദരിയെ എടുത്ത് ധാരാളമായി അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ക്ലോസിംഗ് പ്രയർ ചെയ്യുന്ന ശാന്തമയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താനും ഓസ്ട്രേലിയയുടെ പ്രദേശത്തിരുന്നു കൊണ്ടാണ്. കർത്താവ് സഹായിക്കണമേ. ഇതിനധ്വാനിച്ച ഡാർലിയെയും
കർത്താവേയും ഷിബായെയും മറ്റു സഹോദരിമാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം അനുഗ്രഹകരമായി തീരണം. ഞങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് അനുഗ്രഹം, ഞങ്ങളാൽ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുവാനും ഇടയാക്കണം. പ്രാർത്ഥനയ്ക്കുള്ള വിഷയങ്ങൾ തിരുസന്നിധിയിൽ വെക്കുമ്പോൾ അത് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവം, ഉത്തരം അരുളിത്തരുന്ന ദൈവം. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കർത്താവെ. അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന കർത്താവ് ഞങ്ങൾക്കുള്ളതുകൊണ്ട് സ്തോത്രം. സകല സ്തുതി അവിടുത്തെ സന്നിധിയിൽ വയ്ക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടിരിക്കുക. സ്തോത്രം. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. നമുക്ക് 2 പാട്ടുകൾ കേൾക്കാം. സിസ്റ്റർ ഹന്ന തിമോത്തിയെ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആദ്യമായി ഞാൻ KV സൈമൺ സാർ എഴുതിയ ഭജിക്കുക നീ നിത്യം യേശു മഹേശൻ എന്ന ഗാനമാണ് പാടാൻ ആഗ്രഹിക്കുന്നത്. ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, യേശു മഹേശനെ നാഗനിവാസനെ, യേശു മഹേശനെ നാഗനിവാസനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ. ദേവകൾ വണങ്ങിടും ദീനദയാലുവേ, ദേവകൾ വണങ്ങിടും ദീനദയാലുവേ, സദയമി നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, സദയമി നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ. മരിയയിൽ അവതാരം ചെയ്തൊരു നാഥനെ, മരിയയിൽ അവതാരം ചെയ്തൊരു നാഥനെ, മലയതിൽ ബലി ചെയ്ത മർത്യ ശരീരനെ, മലയതിൽ ബലി ചെയ്ത മർത്യ ശരീരനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ. മാനുവേലാഭയം പൂണ്ട മഹേശനെ, മാനുവേലാഭയം പൂണ്ട മഹേശനെ, മന്നിടം ത്രിദൈവമായി മാറ്റിയിടും മർത്യനെ, മന്നിടം ത്രിദൈവമായി മാറ്റിയിടും മർത്യനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ. താരകം കരങ്ങളിൽ താങ്ങിടും നാഥനെ, താരകം കരങ്ങളിൽ താങ്ങിടും നാഥനെ, തരണി പോലാണി വന്നിടും വന്ധ്യനെ, തരണി പോലവനി വന്നിടും വന്ധ്യനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ. അടുത്തതായി KV സൈമൺ സാർ തന്നെ എഴുതിയ ആഴത്തിൽ നീശനോട് യാചിക്കുന്നേ ദാസൻ ഇപ്പോൾ എന്ന ഗാനമാണ്. ആഴത്തിൽ നീശനോട് യാചിക്കുന്നേ ദാസനിപ്പോൾ, കേൾക്കണമേ യാചന ശ്രദ്ധിക്കുക പ്രാർത്ഥനയെ. ആഴത്തിൽ ഈശനോട് യാചിക്കുന്നേ ദാസനിപ്പോൾ, നീയകൃത്യം ഓർമ്മ വച്ചാൽ ആരു നിൽക്കും ദേവദേവാ, നിന്നെ ഭയം നീടും പടി മോചനം പക്കലുണ്ട്. ആഴത്തിൽ ഈശനോട് യാചിക്കുന്നേ ദാസനിപ്പോൾ,
കാത്തിരിക്കും എന്റെ ഉള്ളം നിൻ തന്നീടത്രേ എന്നോട് പ്രത്യാശയെന്നും ആഴത്തിൽ നിന്ന് ഈശനോട് യാചിക്കുന്നേ ദാസനിപ്പോൾ പ്രത്യുഷസേ കാത്തിരിക്കും മർത്യരേക്കാൾ അത്യധികം കാത്തിരിക്കും ഇന്നടി നിത്യരാമൻ യായിനെ ഞാൻ ആഴത്തിൽ നിന്ന് ഈശനോട് യാചിക്കുന്നേ ദാസനിപ്പോൾ യാഹിലെന്നും ആശ വയ്പിൻ വൻകൃപയുണ്ടായവനിൽ ഇസ്രായേൽ നിന്നകൃത്യം പോക്കിയവൻ വീണ്ടെടുക്കും ആഴത്തിൽ നിന്നോട് യാചിക്കുന്നേ ദാസനിപ്പോൾ താതസുതാ മക്കളാകും ആദിദൈവമായവന് എന്നും ആ മഹിമ കൈവരട്ടെ ആഴത്തിൽ ഈശനോട് യാചിക്കുന്നേ ദാസനിപ്പോൾ. താങ്ക് യു. സൗര്യ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ല 2 പാട്ടുകൾ കേൾക്കുവാൻ ദൈവം അവിടുന്നിടയാക്കി. അടുത്ത മെസ്സേജിനുള്ള സമയമാണ്. ഷേർലി ജെയിംസിനെ സൗര്യ ക്ഷണിക്കുന്നു. മെസ്സേജിന് വേണ്ടിയിട്ട് ഷേർലി ജെയിംസ് സൗര്യ ക്ഷണിക്കുന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഇന്നത്തെ പ്രാർത്ഥനാ കൂടിവരവിലേക്ക് എന്നെ ക്ഷണിച്ച ഷീബ സിസ്റ്ററിനും ഉത്തരവാദിത്വപ്പെട്ട സഹോദരിമാർക്കും കർത്താവിൽ നന്ദി അറിയിക്കുന്നു. ഈ പ്രാർത്ഥന കാര്യത്തിൽ മാത്യു പോൾ അങ്കിളിന്റെ മെസ്സേജും പ്രേ ഇൻ സീക്രട്ട് എന്ന ബുക്കും എന്നെ വളരെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. എന്റെ പ്രാർത്ഥനാ ജീവിതത്തിലെ കുറവുകൾ കർത്താവ് ക്ഷമിച്ച് എനിക്ക് ഇതിൽ മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ദിനവൃത്താന്തം 4:9-10 ഒന്ന് വായിക്കാം. യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എബ്ബേസ് എന്ന് പേരിട്ടു. എബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. എബ്ബേസ് ഇവിടെ ഒരു ആളുടെ പേരായിട്ടാണ് കാണുന്നത്. 1 ദിനവൃത്താന്തം തന്നെ 2:55 ഒരു സ്ഥലത്തിന്റെ പേരായും പറഞ്ഞിരിക്കുന്നു. 2:55 ശാസ്ത്രിമാരുടെ കുലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ 4:9 യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു എന്ന് പറയുന്നു. ഈ 2 ഭാഗത്തും മാന്യതയുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വ്യക്തിയുടെ പേരും സ്ഥലത്തിന്റെ പേരും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ബൈബിളിൽ നിന്ന് വ്യക്തമല്ല. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നത് യബ്ബേസിന്റെ പേര് ആ സ്ഥലത്തിന് നൽകിയതായിരിക്കാനാണ് സാധ്യത എന്നാണ്. യബ്ബേസ് എന്ന പേരിന്റെ അർത്ഥം വ്യസനം എന്നാണ്. പേരിടുവാൻ കാരണം അമ്മ
അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്നുള്ളതാണ്. സാധാരണ അമ്മമാർ പ്രസവിക്കുന്ന സമയത്ത് അതിവേദനയും വ്യസനവും പിന്നീട് കുഞ്ഞിനെ കാണുമ്പോൾ സന്തോഷവുമാണ് ഉണ്ടാകുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അസാധാരണമായിരുന്നത് കൊണ്ടായിരിക്കണം അമ്മ മകന് ഈ വ്യസനം എന്ന അർത്ഥമുള്ള ഈ പേര് നൽകിയത്. റാഹേൽ തന്റെ ഇളയ മകന് ബെനോനി എന്ന് പേരിട്ടത് ഏകദേശം ഇതേ അർത്ഥത്തിലാണ്. എന്നാൽ ഇങ്ങനെയാണ് പേരിട്ടതെങ്കിലും ദൈവവചനത്തിൽ ഈ യബ്ബേസിനെ തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ എന്ന് പറഞ്ഞിരിക്കുന്നു. മാന്യൻ എന്ന് മാത്രമല്ല, ഏറ്റവും മാന്യൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ യബ്ബേസ് ഇങ്ങനെയാകുവാൻ എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് അപേക്ഷിച്ചു. യബ്ബേസിന് ഇസ്രായേലിന്റെ ദൈവത്തെ അറിയാമായിരുന്നു. ഒരു വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ദൈവത്തിലുള്ള ആശ്രയം ഉണ്ടായിരുന്നു. പിന്നെ യബ്ബേസ് പ്രാർത്ഥിച്ചു. യബ്ബേസ് 4 വിഷയങ്ങൾക്കായിട്ടാണ് പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നത്. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. യഥാർത്ഥ അനുഗ്രഹത്തിന്റെ ഉറവിടം ദൈവമാണെന്ന് അവൻ അറിയാമായിരുന്നു. യഥാർത്ഥ സന്തോഷം ലഭിക്കണം. ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരുവന് ലഭിക്കുന്നതാണ് ഈ അനുഗ്രഹവും സന്തോഷവും. മത്തായി 11:28 തൊട്ട് 30 വരെ വായിച്ചാൽ അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും കർത്താവ് വിളിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നാണ്. കർത്താവിന്റെ നുകത്തിൻ കീഴിലായിരിക്കുമ്പോൾ സാക്ഷാൽ ആശ്വാസം, ആ റെസ്റ്റ് നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും. അടുത്ത ഒരു അപേക്ഷയാണ് അതിർ വിസ്താരമാക്കണം എന്നുള്ളത്. അവൻ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം അവൻ തൃപ്തനായില്ല. പഴയ നിയമകാലത്ത് ഭൗതിക അനുഗ്രഹങ്ങളായിരുന്നു ദൈവപ്രസാദത്തിന്റെ ഒരു അടയാളം. എന്നാൽ പുതിയ നിയമകാലത്ത് ആത്മീകമായ നന്മകളാണ് ദൈവപ്രസാദത്തിന്റെ അടയാളം. എഫേസ്യർ 3:14 തൊട്ട് 19 വരെ വായിച്ചാൽ പൗലോസിന്റെ പ്രാർത്ഥനയിലുള്ള അപേക്ഷകൾ നോക്കാം. അതില് അകത്തെ മനുഷ്യൻ ആത്മാവിനാൽ ശക്തിയോടെ ബലപ്പെടണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ ബലപ്പെട്ടിട്ട് ഉറപ്പും വിവേകവുമുള്ള ആത്മീയരായി തീരുക എന്നുള്ളതാണ്. പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും അനുസരണവും ദിനംതോറുമുള്ള അഭ്യസനവും ഇതിനാവശ്യമാണ്. രണ്ടാമത് പൗലോസിന്റെ പ്രാർത്ഥനയിലുള്ള ക്രിസ്തു വിശ്വാസത്താൽ ഹൃദയങ്ങളിൽ വസിക്കുക. ഭവനത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും നമുക്ക് പ്രവേശനം ഉള്ളതുപോലെ ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും കർത്തൃത്വം നൽകേണ്ടതാണ്. കർത്താവിന്റെ ഇഷ്ടം അനുസരിച്ച് ഓരോ കാര്യങ്ങളിൽ, ചിന്തയില്, വാക്കില്, പ്രവൃത്തിയില്, നമ്മുടെ ഏത് തലത്തിലും ആ കർത്താവിന് കൊടുക്കുന്ന പ്രാധാന്യം കൊടുത്ത് ജീവിക്കേണ്ടതാണ്. കർത്താവിലുള്ള തുടർമാനമായ ആശ്രയവും, നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ തുടർമാനമായ കർത്താവിലുള്ള ആശ്രയവും സമർപ്പണവും ഇതിന് ആവശ്യമാണ്. പൂർണ്ണ സമർപ്പണവും ഇതിനാവശ്യമാണ്. അടുത്ത സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം എന്ന് പറയുന്നു. അടിസ്ഥാനപ്പെട്ടവരാകുക. ആ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായാൽ എല്ലാവരോടും ക്ഷമിക്കുവാനും, എന്ത് തെറ്റ് ചെയ്താലും അവരോട് ക്ഷമിക്കുവാനും അവരെ കരുതുവാനും നമുക്ക് സാധിക്കും. അതുപോലെ അടുത്തത് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുക. ഇതൊക്കെയാണ് പൗലോസ് പ്രാർത്ഥിച്ചത്. വിശ്വാസികൾ ഇങ്ങനെ ആത്മീകരായി വളർന്നാൽ ലോകത്ത് തന്നെ വലിയൊരു ചേഞ്ച് വരുത്താൻ സാധിക്കും. അന്യോന്യമുള്ള സ്നേഹം വർദ്ധിക്കും, ഐക്യതയുണ്ടാകും, സഭ വളരും, അനേകർ രക്ഷിക്കപ്പെടുവാനായിട്ട് കാരണമാകും. അങ്ങനെ ചിന്തിക്കുമ്പോൾ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ യബ്ബേസ് ആഗ്രഹിച്ചത് ഇതൊക്കെയാണ്. മൂന്നാമത് യബ്ബേസിന്റെ പ്രാർത്ഥനയുടെ ഒരു അപേക്ഷ, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ദൈവത്തിന്റെ കൈ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സംരക്ഷണം ലഭിക്കും, കരുതൽ ലഭിക്കും, നമ്മെ ഓരോ കാര്യത്തിനും വഴി പറഞ്ഞു തരും, ശക്തിപ്പെടുത്തും, ഇതൊക്കെ ചെയ്യും. എസ്രായില് യഹോവയുടെ കൈ അവന് അനുകൂലമായിരുന്നു എന്ന് പല പ്രാവശ്യം പറയുന്നുണ്ട്. അതില് പാഴ്സിരാജ ഇങ്ങനെ അനുകൂലമായിരുന്നു കൊണ്ട്, യഹോവയുടെ കൈ അവന് അനുകൂലമായിരുന്നു കൊണ്ട് പാഴ്സി രാജാവായ അർത്ഥക്ഷഷ്ടാവ് രാജാവ് അവന്റെ അപേക്ഷയൊക്കെയും കേട്ടതായിട്ട് വായിക്കുന്നുണ്ട്. അവൻ ധൈര്യപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് കർത്താവിന്റെ വേലയില്. ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് യബ്ബേസ് പ്രാർത്ഥിച്ചത്. അതുപോലെ നാലാമതായിട്ട് യബ്ബേസ് പ്രാർത്ഥിച്ചത്, അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കണം.
പാപം വിശ്വാസിയുടെ ദൈവത്തിലെ സന്തോഷം കവരുന്ന ഒന്നാണ്. അത് നാശത്തിലേക്ക് നയിക്കുന്ന ആ പാപം. അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ അനർത്ഥമുണ്ടായതിന് കാരണം ഈ പാപമാണ്. ശൗൽ രാജാവിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. സോറി. ശൗൽ രാജാവ് ചെയ്യുവാൻ പാടില്ലാത്ത ഹോമയാഗം കഴിച്ചു. ശൗൽ രാജാവ് അമാലേക്കിരെ നശിപ്പിക്കുവാനുള്ള കൽപ്പന അനുസരിച്ചില്ല. യഹോവയുടെ വിശ്വസ്ത പ്രവാചകനായിരുന്ന ശമൂവേലിന്റെ നിലയങ്കിയുടെ വിളുമ്പ് പിടിച്ച് വലിച്ചു കീറി. ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. പാപം മൂലം ദൈവം ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് തള്ളി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയില്ല. അവസാനം ശൗലും ദാവീദിനെ സ്നേഹിച്ച യോനാഥാനും ഉൾപ്പെടെ മൂന്ന് മക്കളും ഫെലിസ്തരാൽ മരിക്കേണ്ടി വന്നു. ആ പാപത്തിന്റെ പരിണതഫലം അങ്ങനെയായത്. വലിയൊരു അനർത്ഥം ഈ പാപങ്ങൾ കാരണം അനുഭവിക്കേണ്ടി വന്നു. ഈ ശൗലിന് യഹോവ കൂടെ ഇരിക്കുന്ന ഒരു ദാവീദ്, കാര്യാദികളെ വിവേകത്തോടെ നടത്തുന്ന ഒരു ദാവീദ്, അതുപോലെ ശൗലിനെ ബഹുമാനിക്കുന്ന ഒരു ദാവീദിനെ കാണാം. ശൗൽ കൽപ്പിച്ചാൽ 100 വട്ടം സമ്മതമായി ചെയ്യുവാനായിട്ട് മനസ്സും ദൈവാശ്രയത്തിൽ ചെയ്യുന്നവനുമായ ഒരു ദാവീദിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ദാവീദിന് ഈ പാപം കാരണം ശൗലിന് മനസ്സിലാക്കുവാനോ അത് പ്രയോജനപ്പെടുത്തുവാനോ സാധിച്ചില്ല. ആ പാപം നൽകുന്നത് വെളിച്ചമല്ല, ഇരുട്ടാണ്. വിശ്വാസികളായ നാം ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ നിരന്തരം സ്വയം ശോധന ചെയ്ത് തെറ്റ് മനസ്സിലായാൽ അത് ഏറ്റുപറഞ്ഞ്, 1 യോഹന്നാൻ 1:9 പറയുന്നുണ്ടല്ലോ, നമ്മുടെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ്, അപ്പൊ ആ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ജീവിക്കേണ്ടതാണ്. അതുപോലെ അടുത്ത ഒരു ആളുടെ കാര്യം, ദാവീദ് ദൈവത്തിന് ബോധിച്ച പുരുഷൻ എന്നാണ് അപ്പോസ്തല പ്രവർത്തികളിൽ പറയുന്നത്. എന്നാൽ ഊരിയാവ് ബത്ശേബ ബന്ധത്തിൽ ചെയ്ത പാപത്തിന് വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ദൈവം പാവം സീരിയസ് ആയിട്ടാണ് എടുക്കുന്നവനാണ്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ ഒത്തിരി സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ ശലോമോൻ, ദൈവം ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കൊടുത്തിരുന്നു. ദൈവകൽപ്പനയെ ലംഘിച്ച് അന്യജാതികളിൽ നിന്ന് ഭാര്യമാരെ സ്വീകരിച്ചു. അവർ ശലോമോനെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവന്റെ ഹൃദയം തന്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. യഹോവ അവനോട് കോപിച്ചു, രാജ്യത്വം തന്റെ മകന്റെ കയ്യിൽ നിന്ന് മാറ്റി. അതിന്റെ അനർത്ഥം, പാപം ചെയ്തതിന്റെ അനർത്ഥം. ഒത്തിരി കഴിവുകളും ജ്ഞാനവും അറിവും ഉണ്ടായിരുന്നു. പക്ഷെ ഈ പാപം വന്നത് കാരണം ഇങ്ങനെ ഈ വലിയ അനർത്ഥത്തിലേക്ക് പോകുവാനായിട്ട് ഇടവന്നു. അതുപോലെ മിരിയാമും അഹരോനും ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായ മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. യഹോവ അത് കേട്ടു. പെട്ടെന്ന് യഹോവ ശിക്ഷിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. മിരിയാം കുഷ്ഠരോഗിണിയായി തീർന്നു. അഹരോൻ മോശയോട് ക്ഷമ ചോദിച്ചതായിട്ട് കാണാനായിട്ട് സാധിക്കും. ദൈവമക്കളെ കുറിച്ച് അപവാദം പറയുന്നത് സാത്താനാ. വിശ്വാസി അത് ചെയ്യുവാൻ പാടില്ല. കർത്താവ് വലിയ വില കൊടുത്താണ് ഓരോ വിശ്വാസിയെയും വീണ്ടെടുത്തത്. ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവപ്രകാരം പക്ഷപാതം ചെയ്യുന്ന വലിയ കൊള്ള കൊടുത്ത ഈ ഓരോ വിശ്വാസിയെയും കർത്താവ് വിലയേറിയതായിട്ടാണ് കാണുന്നത്. ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നു. ക്രിസ്തുയേശു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നീതീകരിക്കുന്നവൻ ദൈവമാണ്. അപ്പൊ ഇങ്ങനെ ഈ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആളെ നമുക്ക് അപവാദം പറയാൻ ഒട്ടും അവകാശമില്ല. അവര് ദൈവവുമായിട്ട് ചിലപ്പോൾ സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് അതിന് പറയാനുള്ള അവകാശമില്ല. ദൈവം അത് വെറുക്കുന്നു. മോശ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നേ. എന്നാൽ സീൻ മരുഭൂമിയിൽ കാദേശിലെ കലകജലത്തെങ്കിൽ ഇസ്രായേൽ മക്കളുടെ മധ്യ വെച്ച് എന്നോട് അകൃത്യം ചെയ്യുക കൊണ്ടും എന്നെ ശുദ്ധീകരിക്കായക കൊണ്ടും ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ കടക്കയില്ല എന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. മോശ അത്രയ്ക്ക് അടുത്തായിരുന്നു, ദൈവത്തോട് അടുത്ത് ജീവിച്ചയാളാ. പക്ഷെ വടിയെടുത്ത് സഭ കാണുകെ പാറയോട് കൽപ്പിക്കുവാൻ
യഹോവ അരുളി ചെയ്തു. എന്നാൽ മോശ കൈ ഉയർത്തി വടികൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. ഈ പാപത്തെ ദൈവം സീരിയസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എത്രയോ മോശയ്ക്ക് ഇത് പറ്റിയെങ്കിൽ നമ്മൾ എത്രയോ ഓരോ ദിവസവും ഓരോ നിമിഷവും എത്രയോ സൂക്ഷിച്ചാണ് നമ്മൾ ജീവിതം ജീവിക്കേണ്ടതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എബേസിന്റെ പ്രാർത്ഥന നമുക്ക് ഏവർക്കും അനുകരണീയമാണ്. ഇതിൽ നിന്നൊക്കെ ഈ അനർത്ഥത്തിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കണമെന്നുള്ള ആ പ്രാർത്ഥന അത് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ ഒരു അനുകരണീയമായിട്ടുള്ളതാണ്. 1 യോഹന്നാൻ 5:14 അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. ഇതിൽ നിന്ന് ദൈവഹിത പ്രകാരമാണ് എബേസ് ചോദിച്ചതെന്ന് മനസ്സിലാക്കാം. എബേസിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവഹിത പ്രകാരമുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു എബേസിന്റെ. നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥയിൽ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടും പല രീതിയിലായിരിക്കും വ്യസനകാരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും. എന്നാൽ ദൈവഹിത പ്രകാരം പ്രാർത്ഥിച്ചാൽ, ദൈവത്തിൽ ആശ്രയം വെച്ചാൽ ദൈവം ഉത്തരം നൽകി നമ്മുടെ സ്ഥിതി മാറ്റുവാൻ കഴിയും മനസ്സും കഴിവുമുള്ള ദൈവമാണ് നമുക്കുള്ളത്. അതുപോലെ ഈ യബേസിനെ പോലെ തന്നെ ദാനിയേൽ ഒരു മഹാനായിരുന്നു. ദാനിയേല് പതിവായി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ദാനിയേലിന്. ദാനിയേലിന്റെ ജീവിതത്തില് രാജാക്കന്മാരുടെ വാഴ്ചകളിൽ ശുഭപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ പ്രാർത്ഥനയുള്ളവരുടെ ജീവിതത്തില് അനുഗ്രഹവും പ്രാർത്ഥനയും ഈ പാപം ഇല്ലാത്തതില് നാശത്തിലേക്കും പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഏറ്റവും അനുകരിക്കാൻ പറ്റുന്ന, പ്രാർത്ഥനയിൽ അനുകരിക്കാൻ പറ്റുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ആദ്യകാലത്ത് മർക്കോസ് പറയുന്നുണ്ട്, 1:35 പറയുന്നുണ്ട്, ആദ്യകാലത്ത് ഇരുട്ടോടെ പ്രാർത്ഥിച്ചതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ മർക്കോസ് 6:46-47 വൈകുന്നേരം പ്രാർത്ഥിച്ചതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ലൂക്കോസ് 6:12 രാത്രി മുഴുവനും പ്രാർത്ഥിച്ചതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ എബ്രായർ 5:7 ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ. അതുപോലെ ലൂക്കോസ് 22:44 പ്രാണവേദനയായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചതായിട്ട് പറയുന്നു. നമുക്ക് കരഞ്ഞ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറയാൻ അത് 100% മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മുടെ കർത്താവാ. നമുക്ക് നമ്മുടെ ആ ലാംഗ്വേജ്, ആ ഹൃദയത്തിന്റെ അവസ്ഥ തന്നെ പൂർണ്ണമായിട്ട് നമ്മുടെ വിഷമങ്ങളെല്ലാം കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ കർത്താവിന്റെ സ്ഥലമാണ്. ആ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ മനസ്സുള്ളവനാണ്, നമ്മളെ ഉത്തരം നൽകാൻ കഴിവുള്ളവനാണ്. മനുഷ്യന് ശ്വാസം അത്യാവശ്യമായതുപോലെ പ്രാർത്ഥന വിശ്വാസിക്ക് അത്യാവശ്യമാണ്. ദൈവവചന ധ്യാനവും അനുസരണവും അതുപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഒരു വിശ്വാസിക്ക്. കാരണം ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ ശ്വാസം എടുത്തില്ലെങ്കിൽ നമ്മൾ അടുത്ത് വീണു പോകും എന്ന് പറഞ്ഞാൽ വിശ്വാസിക്ക് ഈ പ്രാർത്ഥനയും ഇതെല്ലാം ദിനംതോറും ആവശ്യം. അല്ലെങ്കിൽ അത് ആ അകത്തെ മനുഷ്യനങ്ങ് ബലഹീനനായി തീരും. പാപത്തിലേക്ക് നയിക്കാനായിട്ട്, പാപത്തിലേക്ക് പോകാനായിട്ടും നാശത്തിലേക്ക് പോകാനായിട്ടും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബി കെയർഫുൾ, ഒത്തിരി സൂക്ഷിച്ച് നമ്മുടെ ജീവിതത്തിൽ ജീവിക്കേണ്ടതായിട്ടുണ്ട്. നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ഇടപെടാതെ മടുത്തു പോകാതെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിനായി നീതിയിലും സത്യത്തിലും ഇലക്ഷൻ നടക്കുവാനായിട്ട് സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് അധികാരികൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷ വേലയിൽ അധ്വാനിക്കുന്നവർക്കായി, രോഗികൾക്കായി, ഇങ്ങനെ സകല മനുഷ്യർക്കും വേണ്ടി നമുക്ക് അനേക രക്ഷയുടെ അനുഭവത്തിൽ വരുവാനായിട്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടംപോലെ വിഷയങ്ങളാണുള്ളത്. ഈ ലോകത്ത് കുട്ടികള് മയക്കുമരുന്നിനും ഇതിനൊക്കെ അടിമയായിട്ട് പോകുന്നു. ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ, അവര് കർത്താവിനെ ഒന്ന് അറിയുവാൻ പലരും ആത്മഹത്യയിലേക്ക് പോകുന്നു. ഈ നല്ലവനായി ഈ ആശ്വാസം നൽകുന്ന ഈ ദൈവത്തിങ്കിലേക്ക് വരുവാനായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.